പ്രിയമുള്ളവരെ, ഞാൻ വിജയകുമാറാണ്. ഇന്ന് ഏറെ വിഷമം തോന്നിയ ചില സംഭവങ്ങൾ ദിനംപ്രതി നമ്മൾ കണ്ടുവരുന്നു. എങ്കിലും ഇന്നത് വലിയൊരു വിഷമത്തിലേക്കാണ് മനസ്സിനെ കൊണ്ടുപോയത്. ഇന്ന് ലഹരിയേക്കാൾ വലിയൊരു വിപത്താണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. കാലാകാലങ്ങൾ ഭരിക്കുന്ന സർക്കാരും ആഭ്യന്തര വകുപ്പും കുഞ്ഞുങ്ങൾക്ക് ശക്തമായ സന്ദേശം നൽകിയിട്ടും നിർദ്ദേശം കൊടുത്തിട്ടും കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, ആ വഴിക്ക് വരുന്നില്ല എന്നതാണ് സത്യം. ഈ കഴിഞ്ഞ ദിവസം സ്കൂൾ പ്രവേശന ദിവസം ഞാൻ ഓട്ടോ ഓടുന്നതാണ്. എനിക്ക് ഓട്ടോയിലൊരു ഓട്ടം സ്കൂളിൽ കൊണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ അവിടെ അതിൻ്റെ ഉദ്ഘാടനം കഴിയുമ്പോൾ മൊബൈൽ ഫോണിനെതിരെയും ലഹരിക്കെതിരെയും വലിയൊരു സന്ദേശം കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചു. പക്ഷേ എത്രയൊക്കെ നമ്മൾ സന്ദേശങ്ങൾ നൽകിയിട്ടും നമ്മുടെ മക്കൾ ആ വഴിക്ക് വരുന്നില്ല. അതിന് പ്രധാന കാരണം ഞാൻ കണ്ടിട്ടുള്ളത് പറയാണ്. പലരെയും ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്ത് കാർട്ടൂൺ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കും, നീ ആഹാരം കഴിക്കുന്നോ? കഴിച്ചില്ലെങ്കിൽ നിനക്ക് മൊബൈൽ ഫോൺ തരില്ല. അപ്പോൾ ആ കുഞ്ഞിന് തന്നെ അറിയാം, അവന് ഈ മൊബൈൽ ഫോൺ കിട്ടണമെങ്കിൽ ആഹാരം കഴിക്കണം. ആ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ വാക്കകത്തേക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞ് കഴിക്കും. ഇതൊരു ശീലമാക്കി അവൻ പിന്നെ വളരുമ്പോഴും അവന് മൊബൈൽ ഫോൺ അവനില്ലാതെ അത് പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ വളരുമ്പോഴാണ് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അതിന് കേട്ടു എന്ന് വരില്ല. മറ്റൊരു കാര്യം കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ ഫംഗ്ഷനോ അപ്പനും അമ്മയും ആരെങ്കിലും പോവുകയാണെങ്കിൽ ഈ കുഞ്ഞ് അവരുടെ സംഭാഷണത്തിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണത്തിനോ മറ്റു കാര്യങ്ങൾക്ക് ഇടർച്ചയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നത് മൊബൈൽ ഫോൺ ഓണാക്കി കാർട്ടൂൺ ചിത്രമെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കും. ഇതാണെന്ന് കണ്ടുവരുന്നത്. ഇത് നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. ഇനിയൊക്കെ നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മൾ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മുടെ കോവിഡ് സമയത്താണ് ഈ എല്ലാം ഓൺലൈൻ ക്ലാസ് ആയത് മുഖേനയാണ് കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ എല്ലാവരുടെ കയ്യിൽ കിട്ടിയത്. അങ്ങനെ ഇന്ന് ഒട്ടുമുക്കാൽ കുഞ്ഞുങ്ങളുടെ കയ്യിലും മൊബൈൽ ഫോൺ അവരുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ഇന്ന് പല സ്കൂളുകളും ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല, സാധാരണ സ്കൂളുകളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ നോട്ട് പോലും മൊബൈലിലൂടെയാണ്, വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ അപ്പനും അമ്മയോടും പറയും, ടീച്ചർ എനിക്ക് വാട്സപ്പിൽ എനിക്ക് നോട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ട്, എനിക്കൊന്ന് മൊബൈൽ തരണമെന്ന് പറഞ്ഞ് അവർ സ്വകാര്യമായി അവരെ മുറിയിൽ ചെന്നിരുന്ന് എന്താണ് കാണുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും അവർ പഠിക്കുന്നു എന്നാണ്. എൻ്റെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിലൊക്കെ ചുറ്റൂടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, മൊബൈൽ ഗെയിമിലൂടെ ജീവൻ നഷ്ടപ്പെട്ട എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന്. അതുപോലെ ഓൺലൈൻ ചീട്ടുകളി, ചൂതാട്ടത്തിലൂടെ എത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. ഈ മൊബൈൽ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, പക്ഷേ അതിനേക്കാൾ ഏറെ ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു തലമുറയ്ക്ക് നമ്മൾ ആ തലമുറയെ സംരക്ഷിക്കേണ്ട, അവരെ നല്ലൊരു ഭാവിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, നമ്മൾ ഈ സമൂഹത്തിനുണ്ട്. ഇന്ന് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാനൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുന്നതുവരെയും എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 ആൺപിള്ളേരാണ്. പക്ഷേ ഞങ്ങളെയൊക്കെ മുഴുവൻ ഈറ എടുത്താണ് തൂക്കിയിട്ടാണ് അടിക്കുന്നത്. അടിയും കൊണ്ടോട്ട് മിണ്ടാതിരിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പണ്ട് ഒരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് കിഴിയും, സിനിമയ്ക്ക് പോട്ടെ. ചിലപ്പോൾ ആരെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങി, ആരെങ്കിലും എവിടെയെങ്കിലും നമുക്ക് ആരെങ്കിലും തന്ന കാശായിരിക്കും ഇരിക്കുന്നത്, ഫോട്ടോ ചോദിച്ചാലും വീട്ടിൽ നിന്ന് വിടുന്നു. ഇന്നൊരു പുതിയ പടം റിലീസായി കഴിഞ്ഞാൽ അപ്പനമ്മയോടും പറയും എനിക്ക് സിനിമയ്ക്ക് പോകണം. കൊണ്ടുപോയില്ലെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം. ഇന്നൊരു സിനിമയ്ക്ക് പോകുന്നതിൽ തന്നെ ഏകദേശം 1000 രൂപയ്ക്ക് മുകളിലാകും. ടിക്കറ്റായാലും അവിടുത്തെ ബാക്കി ഫുഡ് എന്തെങ്കിലും വാങ്ങുന്നതിനുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവുകയാണ്. പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോഴും രാവിലെ ഞങ്ങൾ 4 പേരുണ്ടെങ്കിൽ 2 ദോശയാണ് വാങ്ങുന്നത്. 2 ദോശ വാങ്ങി പകുതി വീതം മുറിച്ച് തരും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല ആഹാരം കൊടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളോട് ചോദിക്കും, നിനക്ക് രാവിലെ എന്ത് വേണം? അപ്പം വേണോ, ദോശ വേണോ, പുട്ട് വേണോ? അതനുസരിച്ച് കടയിൽ മാവ് വാങ്ങാനാണ്. നമ്മളിന്നെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഏതൊരു അപ്പനും അമ്മയും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ ബാല്യകാലത്ത് തന്നെ തുടങ്ങണം. നമ്മളെല്ലാവരും പറയുന്ന ഒരു പഴമൊഴിയാണ്, ചുട്ടയിലെ ശീലം ചുടല വരെയാണ്. നമ്മളെ കാലാകാലങ്ങൾ ഭരിക്കുന്ന സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും ഒത്തിരി നിർദ്ദേശങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പക്ഷേ ആ നിർദ്ദേശം നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ കുഞ്ഞുങ്ങളത് പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുഃഖങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരില്ല. എന്തായാലും ഈ നാട് നാളെ ഭരിക്കേണ്ട വലിയൊരു ഭാവി തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരെ നേർവഴിക്ക് നയിക്കുവാൻ പറ്റണം നമ്മുടെ മാതാപിതാക്കൾ കഴിയട്ടെ, അധ്യാപകർ കഴിയട്ടെ.